ഇതിന്റെ നീളവും വീതി അറിയാൻ മേല. ഇത് വലിയ വണ്ടിയാന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കാൻ മനസ്സിൽ. കറക്റ്റ് അല്ലേ? ഇനി അതായിട്ട് ഇടിക്കുന്നെങ്കിൽ ഇത് നോക്കിയാ അതിന്റെ ഇപ്പൊ ബമ്പർ ഉണ്ടോ അതായിട്ടാണ് ഇടിക്കുന്നതെന്ന് വിചാരിച്ചോ? മാമിന് അത് കാണുന്ന അത്രയും കാലം അതിന്റെ അടുക്ക ചെല്ലുന്ന മാമിന് അറിഞ്ഞൂടെ? എത്തി നോക്കണ്ട, അത് കണ്ടൂടെ? എന്തിനാണ് ഒളിഞ്ഞു നോക്കുന്നത്? അതിലിടിക്കുമെന്ന് സംശയം തോന്നി. എവിടെയാ സ്ഥലം ഉള്ളത്? ഉള്ള സ്ഥലത്തേക്ക് മാറ്റിയേക്കണം വണ്ടി. സപ്പോസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു കാർ നമ്മൾ നടുക്ക് പാർക്കിംഗ് ഇപ്പൊ ലുലുമോള് പോലെ ചെല്ലുമ്പോ കൊണ്ടിടണമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഈ രണ്ടിലും മുട്ടാതെ കണ്ട് കയറ്റിയിടുക ബുദ്ധിമുട്ടല്ലേ? അതാണ് ഞാൻ ചിന്തിച്ചത്. അത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഡ്രൈവ് സമാധാനമായിട്ട് ഇരിക്കുക. പിന്നെ എടുത്തോണ്ട് ഓടരുത്. എന്ത് ചെയ്യണം നമ്മള്? പുറകിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. ഒറ്റയടിക്ക് റോഡേ കയറരുത്. ഇത് നോക്കിയാൽ മുന്നോട്ടൊന്ന് നോക്കിയാൽ ഇത്രയും സ്ഥലം നമുക്ക് കിടപ്പുണ്ട്. അത്ര ഓടി റോഡേ കയറിയാൽ മതി മോളെ. ഒറ്റത്തിരിക്ക് റോഡേ കയറല്ലേ മോളെ. അങ്ങനെ കണ്ട, നമുക്കിവിടെ സ്ഥലം ഇല്ലെങ്കിലാണ് തിരിഞ്ഞ് റോഡിലേക്ക് കയറേണ്ടത്. ഇതിപ്പോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ റോഡേ കയറി. എല്ലാം തല കുലുക്കുന്നുണ്ട്. അറിയാം. മാഡത്തിന് ഒരു കുഴപ്പമൊന്നുമില്ല മാം. മാം വെറുതെ ചുമ്മാ ഇത് വലിയ വണ്ടി, ഇത് വലിയ വണ്ടി, ഇത് വലിയ വണ്ടി എന്ന് നാമം ചൊല്ലുന്ന പോലെ സേവ് ചെയ്ത് വെച്ചിരിക്കുക. സത്യം അതല്ലേ? കണ്ട, അങ്ങനെ ഇട്ട് ഇളക്കണ്ട സ്റ്റിയറിങ്. അതാണ് കാര്യം. എന്റെ കുഞ്ഞിനെ പേടിപ്പിച്ച് വെച്ചിരിക്കുക അവര്. മാം ധൈര്യമായിട്ട് എടുത്തോണ്ട് പോവാ. ഞങ്ങൾ ആലപ്പുഴ ഞങ്ങളെ ഇറക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നുള്ളൂ. അയ്യോ, ഞങ്ങൾ വണ്ടി കൊറിയർ അയച്ചാൽ മതി. വണ്ടി അവിടെ കിടന്നോട്ടെ. നാളെ ഇങ്ങോട്ട് തന്നെയാ വരേണ്ടത്. എഴുപുന്നൊക്കെയാ നാളെ പോകണ്ട. അപ്പൊ വണ്ടി ഇവിടെ കിടന്നോട്ടെ. ഞങ്ങൾ ബസ്സിന് വന്നോളാം. പറ്റുവാ? എടാ നമുക്ക് അവിടെ ഇറങ്ങാം. ചേച്ചി എറണാകുളത്ത് പോയില്ലേ? അത്രയും തിരക്കില്ല ഇവിടെ. എയർപോർട്ടിൽ പോയി. അല്ല, ആ മനസ്സ് മതി. ഇപ്പൊ ആ മനസ്സില്ല. പക്ഷെ അതെ, ഇപ്പൊ പേടിപ്പിച്ച് വെച്ചിരിക്കടാ. സർവീസ് സെന്ററിൽ കയറിയ കാശ് കുറെ പൊട്ടും. ചെറിയൊരു ഏത് വന്നാൽ വലിയ കാശാവൂല്ലേ? കണ്ട കണ്ട. കാശിന് മാത്രല്ല, എനിക്ക് പേടിയാ ഒരു പെയിന്റ് തരി പോയാലും എനിക്ക് സങ്കടം. ആ വണ്ടിയിൽ എന്റെ കൈ കൊണ്ട് ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ വണ്ടിയിൽ സംഭവിക്കത്തില്ല. പാടില്ലെന്നാണ് ഈ വണ്ടി അതിനേക്കാൾ കംഫർട്ടാ മാം. തട്ടു നോക്കി മാമിനെ അറിയിക്കും വണ്ടി. അലാറം അടിച്ച് കേൾപ്പിക്കും. അങ്ങനെ കുറെ പ്രിക്കോഷൻ ഉണ്ട്. അതിനേക്കാളും കുറെ ഫീച്ചറുകൾ കൂടി വണ്ടിയിൽ. മാം കുറെ കൂടെ കംഫർട്ടാ. മറ്റത് ഇടിച്ചാൽ പെയിന്റ് അറിയുന്ന ഒച്ചേ കേൾക്കുള്ളായിരുന്നു. പിന്നെ അല്ല, ഇതെടുത്ത് ഓടിച്ചോണ്ട് നടന്നില്ല. ഇനി ഞങ്ങൾ ഇടിക്കും വന്നിട്ട്.